വോട്ടർമാർ സംസാരിക്കുകയാണ്. മൈക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ആദ്യം വരുന്ന ഉത്തരം അതേതായിരിക്കും? വടകര. യെസ്, ഉറപ്പായും അതിലൊന്ന് വടകര തന്നെയാണ്. കെ ശൈലജയും ഷാഫി പറമ്പിലും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന വടകരയിലെ വോട്ടർമാരുടെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് കണ്ടും കേട്ടും നോക്കാം. വികസനം ആവശ്യമാണ്, കാര്യമായിട്ട് അതാണ് വേണ്ടത്. സ്ഥാനാർത്ഥികളോട് പറയാനുള്ള വികസനത്തിനെ പറ്റി അതാണ്. ഈ വടകര സമഗ്രമായ ഒരു മാറ്റം ആവശ്യമാണ്. അതിനുവേണ്ടിയും എൻ്റെ വോട്ട്. കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കണം. ഇവിടുന്ന് ജയിച്ചു പോകുന്നവർ 19 എംപിമാർ പോയിട്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ കൈ പൊന്തിയില്ല പാർലമെൻറ്റിൽ. ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി, പൊതു ആവശ്യങ്ങൾക്കായി ഒപ്പം നിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. പെൻഷൻ കിട്ടണം, ആ ഒരാവശ്യമുണ്ട്. നല്ല ഏത് സ്ഥാനത്ത് വന്നാലും ഇപ്പോൾ ഈ ലോട്ടറി മില്ല് ജീവിക്കാൻ അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇതിൽ പ്രൈസ് അടിച്ച് ഇല്ലെങ്കിലില്ല, അതിൻ്റെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷെ പെൻഷൻ എന്തായാലും നിർബന്ധമായിട്ടും ഞങ്ങൾ വിധവാ പെൻഷനാണ്, അത് കിട്ടണം. പെൻഷനുള്ള സാധാരണ പണ്ടേ ഉള്ള ഒരു സമ്പ്രദായമാണ്. നാട്ടിലുള്ള വികസനം വടകരയുടെ ഇന്നത്തെ ഇത് മാറ്റം വരണം. ആസ്പത്രികൾ, മറ്റുള്ള പൊതു കാര്യങ്ങളെല്ലാം നല്ലൊരു മാറ്റം വരണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ആവശ്യം നമുക്ക് അഭ്യർത്ഥിക്കാനുണ്ടാവും. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ മുന്നണി അധികാരത്തിൽ വരണം. അതാണ് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത്. ഒന്നാമത് വികസനം ചർച്ച ചെയ്യും, രണ്ടാമത് കൊലപാതക രാഷ്ട്രീയം ടി.പി. ചന്ദ്രശേഖരൻ എന്തായാലും ചർച്ച ചെയ്യും. വടകരയിൽ ചർച്ച എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വികസനം. നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനം കാണുന്നില്ല. വടകര ഇപ്പോൾ എടുത്തു നോക്കിയാൽ നാഷണൽ ഹൈവേ, റെയിൽവേ സ്റ്റേഷൻ, തൊഴിലില്ല, പിന്നെ വികസന പ്രവർത്തനങ്ങളില്ല. ഇപ്പം അങ്ങനെയല്ല ഉള്ളത്. ഇപ്പോൾ വടകരയിലെ താരം വികസനം തന്നെയെന്ന് തോന്നുന്നു. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയം, ഇപ്പം നമ്മൾ സംസാരിച്ച പലരും അവരവരുടെ രാഷ്ട്രീയം മനസ്സിലും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ അപ്പോഴും വടകരയിലെ വികസനം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നവരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ? അത് റിഫ്ലക്ട് ചെയ്യും ആ രീതിയിൽ എന്ന് അവർ പറയുന്നുമുണ്ട് അല്ലേ? നോക്കാം നമുക്ക് എന്താണ് ഫലം.